ഫ്രഞ്ച് സന്ദർശനം പൂർത്തിയാക്കിയതിനു പിന്നാലെ സുൽത്താൻ ഹൈതം യുകെയിലേക്ക്. ഒമാനിലെ ഇന്ത്യൻ പാസ്പോർട്ട് സേവനങ്ങൾക്ക് പുതിയ ഫീസ് നിരക്ക് ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ. ബിനു കെ സാമിന് RMA കേരളീയ പുരസ്കാരം. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ഫ്രാൻസിലെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് തിങ്കളാഴ്ച പാരീസിൽ നിന്ന് യുകെയിലേക്ക് തിരിച്ചു. സ്വകാര്യ സന്ദർശനത്തിനായാണ് സുൽത്താന്റെ യുകെയിലേക്കുള്ള യാത്ര. ഒമാനും ഫ്രാൻസും തമ്മിലുള്ള സാമ്പത്തിക തന്ത്രപരമായ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുന്നതിനും നിരവധി കരാറുകളിൽ ഒപ്പുവെക്കുന്നതിനും ഈ ചരിത്ര സന്ദർശനം വഴിയൊരുക്കി. ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ പ്രത്യേക ക്ഷണപ്രകാരമായിരുന്നു സുൽത്താന്റെ പാരീസ് സന്ദർശനം. 2020 ജനുവരിയിൽ ഒമാന്റെ ഭരണം ഏറ്റെടുത്ത ശേഷം സുൽത്താൻ ഫ്രാൻസിലേക്ക് നടത്തുന്ന ആദ്യ ഔദ്യോഗിക യാത്രയാണിത്. പാരീസിലെത്തിയ സുൽത്താൻ ചരിത്രപ്രസിദ്ധമായ ദി ഹൗസ് ഓഫ് ഇൻവാലിഡീസിൽ ഗംഭീരമായ ഔദ്യോഗിക സ്വീകരണമാണ് ഫ്രഞ്ച് സർക്കാർ ഒരുക്കിയത്. ഒമാനിൽ കഴിയുന്ന ഇന്ത്യൻ പ്രവാസികൾ ജൂലൈ 1 മുതൽ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള കോൺസുലാർ സേവനങ്ങൾക്ക് പുതുക്കിയ ഫീസ് നൽകേണ്ടി വരും. കേന്ദ്ര സർക്കാരിന്റെ പാസ്പോർട്ട് സേവന നിരക്കുകൾ വർദ്ധിപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് മസ്കത്തിലെ ഇന്ത്യൻ എംബസി പുതുക്കിയ ഫീസ് പട്ടിക പുറത്തിറക്കിയത്. 36 പേജുള്ള സാധാരണ പാസ്പോർട്ട് പുറത്തിറക്കാൻ 53 റിയാൽ 750 പൈസയും 60 പേജുള്ള ജാംബോ പാസ്പോർട്ടിന് 72 റിയാൽ 600 പൈസയും നൽകണം. പാസ്പോർട്ട് ഫീസ് ഇനത്തിൽ 46.95 രൂപയും ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് സംഭാവനയായി 800 പൈസയും ഇന്ത്യൻ കമ്മ്യൂണിറ്റി അസിസ്റ്റന്റ് സെന്റർ ഈടാക്കുന്ന സേവന ചാർജായ 6 റിയാലും അടക്കമാണ് ഈ ചാർജ് ഈടാക്കുന്നത്. നഷ്ടപ്പെടുകയോ ഉപയോഗയോഗ്യമല്ലാതെ വരികയോ ചെയ്താൽ 36 പേജുള്ള പാസ്പോർട്ട് റീഇഷ്യൂ ചെയ്യുന്നതിന് 36 പേജുള്ള പാസ്പോർട്ടിന് 100 റിയാൽ 700 പൈസയും 60 പേജുള്ളതിന് 119 റിയാൽ 500 പൈസയും ഈടാക്കും. ഒമാനിലെ റൂവി മലയാളി അസോസിയേഷന്റെ RMA കേരളീയ പുരസ്കാരം ഈ വർഷം മലയാള ഭാഷാ വിദ്യാഭ്യാസ രംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് ബിനു കെ സാമിന് നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകുന്ന വ്യക്തികളെ ആദരിക്കുന്നതിനായി എല്ലാ വർഷവും നൽകി വരുന്നതാണ് അവാർഡ്. മികച്ച ഭാഷാ പഠന ഗ്രന്ഥത്തിനുള്ള പുരസ്കാരത്തിന് ബിനു കെ സാമിന്റെ നിപ്രസം ഉപ്രസം ആ എന്ന കൃതിയാണ് അർഹമായത്. 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ജൂലൈ 10 റൂവിയിലെ ഗോൾഡൻ തുലിപ് ഹെഡിംഗ്ടൺ ഹോട്ടലിൽ നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാര സമർപ്പണം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.